ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് തന്നെ മെറ്റൽ ഹെയർ ബോ B7000, അതേപോലെ നമ്മൾ ഇതിൽ വെക്കുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പല്ല. അപ്പോൾ ആ ഒരു ബീഡാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി തന്നെ നമ്മൾ ഈ 2 ലൈനാണ് 1 മീറ്റർ. അപ്പോൾ നമുക്ക് ഏകദേശം 2 ഹെയർ ബാൻഡും അലിഗേറ്റർ ക്ലിപ്പൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അടിയിൽ വെക്കണ്ട എന്നുണ്ടെങ്കിൽ അപ്പോൾ വെറുതെ ഇങ്ങനെ കളയണ്ട. ഇതിൻ്റെ ബാക്കി വരുന്നത് വെച്ച് നിങ്ങൾക്ക് കുറേ ഉണ്ട് 1 മീറ്ററിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് സ്റ്റോൺ ബീഡ് നമ്മൾ ഒന്നെങ്കിൽ നമ്മളെ ഫ്ലൈയിങ് ബട്ടർഫ്ലൈയിൽ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വേറൊരു മോഡൽ നമ്മൾ ബീഡ് സ്റ്റോൺസ് ഒട്ടിക്കുന്ന അതിനൊക്കെ മേടിക്കുന്ന സ്റ്റോൺസ് മതി നിങ്ങൾക്ക് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ആ ഐഡിയ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ഫുള്ള് B7000 അപ്ലൈ ചെയ്യുക ഇടയിൽ കൂടെ. എന്നിട്ട് ആ ഹോളിലേക്ക് ഈ ബീഡ് ഇറക്കി വെക്കുക. ഇത് സ്റ്റോണിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്കറിയാം, മറ്റേ ക്ലിപ്പ് കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് ക്ലിപ്പ് മേടിച്ചെന്ന് ആ ക്ലിപ്പിൽ ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലൊക്കെ. അത്യാവശ്യം ക്വാണ്ടിറ്റി സ്റ്റോൺസ് വരുന്നത് കൊണ്ട് ബാക്കി വെറുതെ വേസ്റ്റായി പോവേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയയിൽ. നല്ലൊരു ഐഡിയ ആണ് ഇത്. നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് പിള്ളേർക്കും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. അതേപോലെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട് നൂല്, അതൊന്ന് ഉരുക്കിയാൽ മതി. ഉരുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അതൊന്ന് ഉരുക്കിയാൽ നല്ല ക്ലിയർ ആയിരിക്കും. ഒരു സൈഡിൽ ഞാൻ ഉരുക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ലൈറ്റർ തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ അത് പിന്നെ ഉരുക്കാതെ വിട്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉരുക്കിയതിൻ്റെ ഫോട്ടോ ഞാൻ നമ്മുടെ കവർ പേജിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊന്ന് അത് ചെക്ക് ചെയ്യാൻ പറ്റും. നല്ല ഫിനിഷിങ് ലുക്കോടുകൂടി കിട്ടും. സ്റ്റോൺസ് ഒന്നും ഇളകി പോരില്ല. B7000 വെച്ച് നമ്മൾ നന്നായി ഉറപ്പിച്ച് സ്ട്രോങ് ആക്കുന്നത് കൊണ്ട് തന്നെ നല്ല ലുക്കാണ്. സൈഡിൽ കൂടെ ബീഡ്സും ഉള്ളിൽ കൂടെ സ്റ്റോൺസും വെച്ചൊരു ഫിനിഷിങ് ലുക്കാണ് കിട്ടുന്നത്. കണ്ടാൽ തന്നെ പറയത്തില്ല ഇത് എന്താ ഹാൻഡ് വർക്കാണ്, അല്ലെങ്കിൽ നമ്മളിത് സ്റ്റോൺസ് ഇങ്ങനെ വെറുതെ ഒട്ടിച്ചാന്നൊന്നും. കാരണം അത്ര ഫിനിഷിങ്ങോടുകൂടിയാണ്. ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളതും കൊണ്ടാണ് നമുക്കത് ഒട്ടിക്കുമ്പോൾ ആ കറക്റ്റ് അതേപോലെ പെർഫെക്ഷനിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക്